ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിൽ ഒരു സ്റ്റുഡൻറ്റ് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട 2-3 ടോപ്പിക്സിൽ ഒന്നാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. എന്നും ഓർത്തിരിക്കേണ്ട, എന്നും ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ ഈ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള 2-3 ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നമ്മുടെ പഠിത്തത്തിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഒരുപാട് യൂസ്ഫുള്ളായി വരുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ പഠിച്ചിരുന്ന ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ച കാലം മുതൽ ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും ഞാനത് UGക്ക്, അതായത് BTechന് വേണ്ടി പഠിച്ചിരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഒരു കൺസെപ്റ്റാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാൻ ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ പറ്റിയുള്ള ഫുൾ കാര്യം ഈ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രോഡക്ട്സിനും, തിയററ്റിക്കലി അവർ പറയുന്നത് എല്ലാ പ്രോഡക്ട്സിനും ഒരു പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് വിപണിയിലോട്ട് വന്നാൽ എന്തെങ്കിലും ഒരു കാലത്ത് ആ പ്രോഡക്റ്റ് വിപണിയിൽ നിന്ന് പിൻവലിയേണ്ടിയും വരും. അതായത് ഏത് പ്രോഡക്റ്റ് ആയിരുന്നെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം ആ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഇല്ലാതാവുകയും ആ ടെക്നോളജി പഴയതാവുകയും പുതിയൊരു ടെക്നോളജി വന്ന് അതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും ഉണ്ടാവും എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. അതിപ്പം എന്ത് പ്രോഡക്റ്റ് ആയിരുന്നാലും നമ്മുടെ ചുറ്റും നോക്കുന്ന, നമ്മൾ ചുറ്റും ഉപയോഗിക്കുന്ന ഏത് പ്രോഡക്റ്റിനും ആ ഒരു സംഭവമുണ്ട് ആ ഒരു ലൈഫ് സൈക്കിളുണ്ട് എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. അത് പ്രോഡക്റ്റിന് മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും കമ്പനീസിനോ എന്തെങ്കിലും ടെക്നോളജീസിനോ അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനത്തിനും ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിളുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ മാർക്കറ്റിംഗ് ബേസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഞാനിവിടെ 2-3 ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. അതിൽ ഓരോ കണ്ടുപിടുത്തങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കണ്ടുപിടിച്ച വർഷങ്ങളും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയർ എന്ന് പറയുന്നത് നോട്ട് എക്സാക്ട്ലി, ഞാൻ വിക്കിപീഡിയയിൽ ജസ്റ്റ് നോക്കിയപ്പം കണ്ട ഒരു വർഷം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ചിലപ്പം കറക്റ്റ് ആവണമെന്നില്ല, എന്നാലും ഏകദേശം ആ വർഷമായിരിക്കും ഈ ഓരോ പ്രോഡക്ട്സും ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഗ്രാമോഫോണും ഇൻകണ്ടൻസെൻ്റ് ലൈറ്റ് ബൾബും പിന്നെ ഫ്ലോപ്പി ഡിസ്കും, ഈ 3 പ്രോഡക്റ്റാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ 3 പ്രോഡക്ട്സും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇതൊന്നും ഇപ്പോൾ മാസ് പ്രൊഡക്ഷനിലില്ല. ഗ്രാമഫോണൊന്നും ഇപ്പം മാസ് പ്രൊഡക്ഷനിലില്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. അതായത് ഇപ്പോഴും അത് ഉണ്ടാക്കുന്നുണ്ട്. അത് പക്ഷേ 1-2 ക്വാണ്ടിറ്റിയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും കമ്പനി ഇപ്പം ഷോക്കേസ് ഐറ്റമായിട്ടോ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പ്രോഡക്ട്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെ കളക്ടേഴ്സ് ഐറ്റമായിട്ടോ ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഈ ഗ്രാമഫോണൊക്കെ ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു മാസ് പ്രൊഡക്ഷന് വേണ്ടിയൊന്നും ഗ്രാമഫോൺ ഉണ്ടാക്കുന്നില്ല. അത് ഈ ഗ്രാമഫോൺ എന്ന് പറയുന്ന ഈ ഒരു ടെക്നോളജി, ഈ ഒരു പ്രോഡക്റ്റ് കണ്ടെത്തിയത് 1877 അത് ഇൻവെൻറ്റ് ചെയ്തത്. അതിനുശേഷം ലോകത്തെല്ലായിടത്തും അത് യൂസ് ചെയ്തു. എല്ലാ വീടുകളിലും, അതായത് പണമുള്ള, ഇത് വാങ്ങിക്കാൻ പണമുള്ള എല്ലാ വീടുകളിലും ഇത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലും ഇന്ത്യയിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഇങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പണ്ടത്തെ കല്യാണ വീടുകളിലൊക്കെ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസായിരുന്നു ഗ്രാമഫോൺ. അന്ന് കാശുള്ളവരുടെ വീട്ടിലെല്ലാം ഇതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കാസറ്റും ഡിസ്കും ഒക്കെ വന്ന് പിന്നെ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള മ്യൂസിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഗ്രാമഫോണിൻ്റെ ആവശ്യമില്ലാതായി. അവസാനം അതിൻ്റെ പ്രൊഡക്ഷൻ തന്നെ നിർത്തി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ജസ്റ്റ് 1-2 പീസ് വെച്ച് ചിലപ്പോൾ ഉണ്ടാക്കാം ഈ കളക്ടേഴ്സ് ഐറ്റം എന്ന രീതിയിൽ കൊടുക്കാനായിട്ട്. അല്ലാതെ ഒരു ഹോം യൂസിന് വേണ്ടിയൊന്നും ഈ ഗ്രാമഫോൺ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇൻകണ്ടൻസെൻ്റ് ലാബ്, അതായത് നമ്മുടെ സാധാരണത്തെ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന സംഭവം, അത് പണ്ട് തോമസ് ആൽവ എഡിസനാണ് കണ്ടെത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആദ്യത്തെ ഫോം 1879 കണ്ടെത്തിയത്. ഇതും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇപ്പോഴും ഇലക്ട്രിക് ബൾബ് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നു വന്ന്. സർക്കാർ തന്നെ അത് ഏകദേശം ഉപയോഗിക്കാൻ പാടില്ല എന്ന ഗൈഡ് ലൈൻസ് ഇറക്കി. അത് ഇതിന് പകരം സാധാരണ ഇലക്ട്രിക് ബൾബിന് പകരം CFL ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊക്കെ ഗൈഡ് ലൈൻസ് ഇറക്കിയതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊന്നും കിട്ടാറില്ല. എനിക്കൊന്നും ഇന്ത്യയിൽ വേറെ ഭാഗങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. എന്തായിരുന്നാലും അത്ര എനർജി എഫിഷ്യൻ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പം ഈ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പം അധികം ഇല്ല എന്ന് തന്നെ പറയാം. നമ്മൾ വീട്ടിലത്തേക്കൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. എല്ലാവരും ഇപ്പോൾ CFL തന്നെയാണ് വാങ്ങിച്ചിടുന്നത്. അതുപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്കിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. കാരണം ഫ്ലോപ്പി ഡിസ്കിലാകെ 1 MB 1.5 MB എന്തോ സേവ് ചെയ്യാനൊക്കത്തുള്ളൂ. ഇക്കാലത്ത് 1.5 MB എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ അതിലൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ് പ്രൊഡക്ഷനൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് ഫ്ലോപ്പി ഡിസ്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒന്നും
ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ പണ്ടത്തെ കാലത്ത് ഈ ടെക്നോളജി ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഒരുപാട് വൈഡായിട്ട് യൂസ് ചെയ്തിരുന്ന സംഭവം തന്നെയാണ്. നമ്മുടെ വീടുകളിലെല്ലാം ഈ ഇലക്ട്രിക് ബൾബ് ഉണ്ടായിരുന്നു. ഈ ഇൻകണ്ടൻസെൻ്റ് ലാമ്പ് എന്ന് പറയുന്ന ഇൻകണ്ടൻസെൻ്റ് ലൈറ്റ് ബൾബ് എന്ന ഈ ഇലക്ട്രിക് ബൾബ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 3-4 വർഷം മുന്നേ വരെ, അല്ലെങ്കിൽ 2 വർഷം മുന്നേ വരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവം തന്നെയാണ് ഈ ബൾബ് എന്ന് പറയുന്നത്. ഫ്ലോപ്പി ഡിസ്കോ അതുപോലെ തന്നെ. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്ലോപ്പി ഡിസ്കായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 1.5 1.4 MB എന്തോ സേവ് ചെയ്യാനൊക്കത്തുള്ളൂ. എന്നാലും അത് തന്നെയാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഫ്ലോപ്പി ഡിസ്കിൻ്റെ. പക്ഷേ ഇപ്പോൾ അതിനൊന്നും യൂസ് ഇല്ല. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഒരുപാട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അതിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ എത്തി. ഇപ്പോൾ അത് പ്രൊഡക്ഷനിലേ ഇല്ല, ഇപ്പോൾ ഉപയോഗിക്കുന്നതേ ഇല്ല. അപ്പം അങ്ങനത്തെ കുറച്ച് പ്രോഡക്റ്റ്സാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഗ്രാമഫോണും ഈ ലൈറ്റും ഈ ബൾബും ഈ ഫ്ലോപ്പി ഡിസ്കും ഒക്കെ ആ വർഷങ്ങൾ കണ്ടെത്തിയ സമയത്ത് അവർ വിചാരിച്ചില്ല അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ടെക്നോളജീസ് വന്ന് ഇതിനെല്ലാം ഒരു കാലത്ത് റീപ്ലേസ് ചെയ്യും എന്നൊന്നും അവരന്നത്തെ കാലത്ത് വിചാരിച്ചിട്ടില്ല. ഗ്രാമഫോൺ ഇപ്പോൾ 1877 ആദ്യമായിട്ട് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് 100-120 വർഷത്തോളം അത് നിലനിന്നു. എന്നിട്ടാണ് നിന്നത്. ഇനി ഞാൻ അടുത്ത ഒരു സ്ലൈഡ് കാണിക്കാം. ഇതെന്ന് പറയുന്നത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സാണ്. പക്ഷേ നമ്മൾ വൈഡായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ MP3 പ്ലെയർ ഇപ്പം അധികം സെയിലൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് MP3 പ്ലെയർ ഒരുപാട് സെയിൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഒരു 2010 ആ ഒരു കാലഘട്ടത്തിൽ MP3 പ്ലെയറൊക്കെ ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷം മൊബൈൽ ഫോൺസ്, ആൻഡ്രോയിഡ് ഫോൺസൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും MP3 പ്ലെയർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ ആവശ്യമില്ലാതായി. ഇപ്പം ഫോണിൽ തന്നെയാണ് എല്ലാവരും പാട്ട് കേൾക്കുന്നത്. പിന്നെ ഈ ജോഗിങ്ങൊക്കെ പോകുന്നവർ, ഫിറ്റ്നസ്സിന് വേണ്ടിയൊക്കെ ഉള്ളവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ എക്സസൈസൊക്കെ ചെയ്യുന്നവർ ചിലപ്പം മൊബൈൽ ഫോണിൽ പാട്ട് കേൾക്കുന്നതിന് പകരം MP3 പ്ലെയറൊക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനത്തെ ആൾക്കാരല്ലാതെ വേറെ ആരും അങ്ങനെ MP3 പ്ലെയർ ഇപ്പോൾ സാധാരണ ഉപയോഗിക്കാറില്ല, വാങ്ങിക്കാറില്ല. മാത്രമല്ല വിപണിയിലും മാർക്കറ്റിൽ തന്നെ നല്ല MP3 പ്ലെയറൊക്കെ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ ഡൗട്ടാണ്. പിന്നെ ഉള്ളത് CFL. നമുക്കറിയാം CFL എന്ന് പറയുന്ന ആ ബൾബാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇപ്പം പുതിയതായിട്ട് LED ബൾബാണ് അതിൻ്റെ പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പം സർക്കാരും ഇപ്പോൾ ഫ്രീ ആയിട്ട് LED ബൾബുകളൊക്കെയാണ് കൊടുക്കുന്നത്. CFL ബൾബ് ഇപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞു തുടങ്ങി. ആദ്യം നമ്മുടെ സാധാരണ ബൾബിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് CFL ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സർക്കാർ ഇപ്പം CFL ഉപയോഗിക്കാൻ പാടില്ല, LED ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ CFL എന്ന ലാമ്പ് ഇപ്പം പ്രസൻ്റ്ലി ഒരുപാട് പേര് വീടുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും ഇനി വാങ്ങിക്കാൻ പോകുന്നതൊക്കെ ചിലപ്പോൾ LED ബൾബായിരിക്കും. CFL വാങ്ങിക്കാതെ പോരെ LED ബൾബ് വാങ്ങിച്ചെന്നിരിക്കുക. അതുപോലെ തന്നെ DVDയുടെ കാര്യം. DVD ഒരു കാലത്ത് ഒരുപാട് സെയിൽസ് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയായിരുന്നു DVD. ഇപ്പം സത്യം പറഞ്ഞാൽ DVDയുടെ സെയിൽസ് ഒരുപാട് കുറഞ്ഞു. ഇപ്പം ഈ വിൻഡോസൊക്കെ ഷിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ, അല്ലെങ്കിൽ അതൊക്കെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടി മാത്രമേ ഒരു സ്റ്റോറേജ് ഡിവൈസായിട്ടൊക്കെ DVD ഉപയോഗിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ബേസിക്കലി മൂവീസിന് വേണ്ടി ഇപ്പം DVD ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ DVDയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫയൽസ് റൈറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ടൊന്നും സാധാരണ ഇപ്പോൾ DVD ഉപയോഗിക്കാറില്ല. എല്ലാവരും പെൻ ഡ്രൈവും അല്ലെങ്കിൽ external ഹാർഡ് ഡിസ്ക് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ ലാപ്ടോപ്സിനൊന്നും DVD ഡ്രൈവ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് DVDയുടെ യൂസ് ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പെൻ ഡ്രൈവിൻ്റെയും ഈ ബാക്കി സ്റ്റോറേജ് മെക്കാനിസത്തിൻ്റെയൊക്കെ സെയിൽസ് കൂടിക്കൊണ്ടിരിപ്പുണ്ട്. അതുപോലെ CFLൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ CFLൻ്റെ സെയിൽസ് കുറയുകയാണെങ്കിൽ LEDയുടെ സെയിൽസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ MP3 പ്ലെയറിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ്. മൊബൈൽ ഫോൺസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട്, ആ ഒരു ഡിവൈസ് ഉള്ളതുകൊണ്ട് അതാണ് പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഈ ഒരു സെറ്റ് ഓഫ് പ്രോഡക്ട്സ്. ഇനി അടുത്തൊരു സെറ്റ് നോക്കുക. ഇത് ഇപ്പോൾ നമ്മൾ പ്രസൻ്റ്ലി വളരെ വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 3-4 പ്രോഡക്റ്റ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലാപ്ടോപ്പ് ആയിരുന്നാലും സ്മാർട്ട് ഫോൺ ആയിരുന്നാലും പിന്നെ സ്റ്റോറേജിന് വേണ്ടിയുള്ള പെൻ ഡ്രൈവ്, പിന്നെ LED ബൾബ്. ഈ കാണുന്ന പ്രോഡക്റ്റ്സൊക്കെ നമ്മളിപ്പോൾ വളരെ വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, അത് നമ്മുടെ ലൈഫിൽ അവിഭാജ്യ ഘടകമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്, എല്ലാവരുടെയും കയ്യിൽ പെൻ ഡ്രൈവും കാണും. നമ്മുടെ വീടുകളിൽ LED ബൾബ് തന്നെ കാണും. ചിലപ്പം ഗവൺമെൻറ് തന്നെ, സർക്കാർ KSEB തന്നെ ഫ്രീ ആയിട്ട് കുറേ LED ബൾബ് തന്നതുകൊണ്ട് LED ബൾബും വീട്ടിൽ കാണും. ലാപ്ടോപ്പും ഒരുപാട് പേരിൽ കാണും. അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർ മാത്രമേ വാങ്ങിക്കാതെ ഉള്ളൂ. അല്ലാതെ അഫോർഡ് ചെയ്യാൻ കഴിയുന്നവർ എല്ലാവരുടെയും കയ്യിൽ ലാപ്ടോപ്സും കാണും. അപ്പോൾ ഇതെല്ലാം വളരെ വൈഡായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റും മേ ബി ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം വേറെ ഒരു ടെക്നോളജി കൊണ്ട് റീപ്ലേസ് ചെയ്തെന്നിരിക്കാം. ലാപ്ടോപ്സ് മേ ബി ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ഇപ്പോഴത്തെ ലാപ്ടോപ്സിൻ്റെ രീതി ആയിരിക്കത്തില്ല. അന്നൊന്നുകിൽ ലാപ്ടോപ്സ് എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റായിട്ട് മാറിയെന്നിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുതിയൊരു ഡിവൈസ് വന്നെന്നിരിക്കാം ലാപ്ടോപ്പിന് പകരം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺസ്
ഒരു മേ ബി ഒരു 20 ഇയേഴ്സ് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമ്പോൾ എന്ന് ഉറപ്പൊന്നുമില്ല. വേറെ എന്തെങ്കിലും ഡിവൈസ് ആയിരിക്കും ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പെൻഡ്രൈവ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് ആണ് എങ്കിലും അതിനേക്കാളും ഒരു കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞാൽ പെൻഡ്രൈവിനെയും ചിലപ്പോൾ റീപ്ലേസ് ചെയ്തെന്നിരിക്കാം. അതുപോലെ തന്നെ LED ബൾബും. അപ്പോൾ പുതിയ ടെക്നോളജി വരുമ്പം ഒരു കാലത്ത് ഈ കാണുന്ന പ്രോഡക്ട്സും ഒരു സമയത്തെപ്പോഴേക്കും റീപ്ലേസ് ആവും. അപ്പം ഈ തിയററ്റിക്കലി പറയുന്നത് എല്ലാ പ്രോഡക്ട്സിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാലത്ത് എല്ലാ പ്രോഡക്ട്സും റീപ്ലേസ് ആവും. പുതിയൊരു ടെക്നോളജി ഉണ്ട്, റീപ്ലേസ് ആവും. പുതിയ ടെക്നോളജി വരുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കുറയും, ഇതിൻ്റെ യൂസ്ഫുൾനെസ് കുറയും, ഇതിൻ്റെ ആപ്ലിക്കേഷൻ കുറയും. അത് കാരണം ഡിമാൻഡ് കുറയുന്നതുകൊണ്ട് അവസാനം ഈ പ്രോഡക്റ്റ്സ് എല്ലാം നിർത്തും. അതിന് പകരം വേറെ ഈ പ്രോഡക്റ്റ്സ് ആൾക്കാർ ഉപയോഗിച്ച് തുടങ്ങും എന്നുള്ള കൺസെപ്റ്റാണ് തിയററ്റിക്കലി പറയുന്നത്. അങ്ങനെ എല്ലാ പ്രോഡക്ട്സിനും അത് ആപ്ലിക്കബിളാണ്. ഇങ്ങനത്തെ ഇലക്ട്രോണിക് പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മിൽമയായിരുന്നാലും, നമ്മൾ വായിക്കുന്ന പത്രമായിരുന്നു, ന്യൂസ് പേപ്പർ ആയിരുന്നാലും, നമ്മളെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോർഡ് ആയിരുന്നാലും ഒരു കാലത്ത് അതെല്ലാം റീപ്ലേസ് ആവും, വേറെ എന്തെങ്കിലും ഫോം കൊണ്ട് റീപ്ലേസ് ആവും എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ പത്രം ഒക്കെ ഒരുപാട്, ഇപ്പം ലോക്ക്ഡൗൺ കൂടെ വന്ന സ്ഥിതിക്ക് ഒരുപാട് ലോസ് ഈ ന്യൂസ് പേപ്പർ കമ്പനീസിനുണ്ടായിട്ടുണ്ട്. ഞാൻ എന്തോ കേട്ടു, ഏതോ പ്രൈമായിട്ട് നിൽക്കുന്ന ഏതോ ഒരു ന്യൂസ് പേപ്പർ മുംബൈയിലൊക്കെ എഡിഷൻ സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ. കാരണം അധികം സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു 5-6 വർഷം കഴിയുമ്പോൾ ന്യൂസ് പേപ്പർ എന്ന കൺസെപ്റ്റ് ചിലപ്പം ഇല്ലാതായി എന്ന് വരാം. അറ്റ്ലീസ്റ്റ് അമേരിക്കയിലെങ്കിലും ഇല്ലാതായി തുടങ്ങിയെന്നിരിക്കുക. എല്ലാവരും സോഫ്റ്റ് കോപ്പി PDF-ലോട്ടൊക്കെ മാറിയെന്നിരിക്കുക. ഹാർഡ് കോപ്പി ന്യൂസ് പേപ്പർ ഒന്നും ഇറങ്ങിയില്ല എന്ന് വരാം. അതുപോലെ തന്നെ ഇപ്പം മിൽമ എന്ന് പറഞ്ഞ കവർ പാൽ നമ്മൾ കടയിൽ ചെന്ന് വാങ്ങിക്കുന്ന മിൽമ എന്ന് പറയുന്ന കൺസെപ്റ്റ് മേ ബി ഒരു 200 വർഷം കഴിയുമ്പം മിൽമ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. 200 വർഷം കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഈ കവർ പാൽ കടയിൽ ചെന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും എന്നൊന്നും ഉറപ്പൊന്നുമില്ല. ഈ കവർ പാലിനെ റീപ്ലേസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ചിലപ്പോൾ വന്നെന്നിരിക്കാം. ഒരു 100 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 200 വർഷം കഴിയുമ്പോഴോ ഉറപ്പൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കുന്ന ബോർഡിൻ്റെ കൺസെപ്റ്റ്, ഇത് ആൾറെഡി ഒരുപാട് മാറി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ തന്നെ ഇപ്പം TV ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. അപ്പം ബ്ലാക്ക് ബോർഡിൻ്റെ യൂസ് അത്രത്തോളം കുറയുകയാണ്. ഞാൻ തന്നെ ബ്ലാക്ക് ബോർഡ് ഇപ്പം വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും PPTയും പ്രൊജക്ടറും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഡെയിലി വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ്സ് തന്നെ ഒരു കാലത്ത് ആ പ്രോഡക്റ്റ്സ് ആവശ്യമില്ലാതെയാവും എന്നാണ് ഈ തിയററ്റിക്കലി പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ പ്രോഡക്ട്സിനും ഒരു ലൈഫ് സൈക്കിളുണ്ട്. ആ ലൈഫ് സൈക്കിളിനെ തന്നെ പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാനൊക്കെ. പല സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ ഒരു പ്രോഡക്റ്റ് തുടങ്ങുന്ന ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ അത് യൂസ് ചെയ്ത് തുടങ്ങും. ആ ഒരു സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ യൂസ്ഫുൾനെസ് എന്താണെന്ന് മനസ്സിലായി എല്ലാവരും വൈഡായിട്ട് അങ്ങ് യൂസ് ചെയ്യും ആ പ്രോഡക്റ്റ്. നമ്മുടെ ഈ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം ആ സ്റ്റേജിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടെന്ന്, ഈ പ്രോഡക്ട്സിൻ്റെ എല്ലാം ആവശ്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഈ പ്രോഡക്ട്സ് എല്ലാം മാറിയിട്ടുണ്ട്. നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സാണിത്. അപ്പോൾ ആ ഒരു സ്റ്റേജുണ്ട്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് തീരാൻ പോകുന്ന സ്റ്റേജ്. കാരണം അധികം യൂസ് ഇല്ലാതെ, ആപ്ലിക്കേഷനൊന്നും ഇല്ലാതെ, ഡിമാൻഡ് ഇല്ലാതെ ആ പ്രോഡക്ട്സിൻ്റെ ഉപയോഗം കുറയുന്ന ഒരു സ്റ്റേജുണ്ട്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ആ സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് പറയാം. അപ്പം പല സ്റ്റേജായിട്ട് നമുക്ക് പ്രോഡക്ട്സിനെ ഈ ലൈഫ് സൈക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ പ്രോഡക്റ്റ് വിപണിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം, പിന്നെ അതിൻ്റെ ഉപയോഗം കൂടുന്ന സമയം, പിന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമയം, പിന്നെ അതിൻ്റെ ഉപയോഗം കുറയുന്ന ഒരു സമയം. അങ്ങനെ പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റഡിയെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് നമ്മുടെ ഈ ടോപ്പിക്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ ഇത്രയും പറഞ്ഞത് ഓരോ ടെക്നോളജി, ഓരോ പ്രോഡക്റ്റ്സാണ്. ഞാനിവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ഒരു മോഡലാണെന്ന് പറയാം. ഈ ആദ്യം കാണിച്ചിരിക്കുന്നത് മാരുതി എന്ന് പറയുന്ന കമ്പനിയുടെ മാരുതി 800 എന്ന് പറയുന്ന മോഡലാണ്. ആ മോഡൽ ഇപ്പോൾ ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. രണ്ടാമത് കാണിച്ചിരിക്കുന്ന ബജാജ് ചേതക് എന്ന് പറയുന്ന ഒരു സ്കൂട്ടറാണ്. അതും ഇപ്പോൾ ഇല്ല, ഈ ഒരു മോഡലും ഇപ്പോൾ ഇല്ല. ചേതക് എന്ന പേരിൽ പുതിയൊരു സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്രത്തോളം ക്ലിക്കായില്ല. നമ്മുടെ ചേതക് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഈ ഒരു മോഡലാണ് നമ്മളുടെ മനസ്സിലോട്ട് വരുന്നത്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ, അതായത് ഞാൻ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ഒക്കെ ആയിരുന്നപ്പോൾ ഈ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 2 വീലറിലൊന്നാണ് ബജാജ് ചേതക്. ഞാനിവിടെ CETയുടെ ഫ്രണ്ടിലാണ് വീട്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ സ്റ്റുഡൻസൊക്കെ വന്ന് അന്ന് ഈ RX100 അതിന് ശേഷമുള്ളൊരു പീരീഡുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിൻ്റെ കയ്യിലിരുന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് ഈ ബജാജ് ചേതക്കൊക്കെയാണ്. അന്ന് ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്.
അപ്പോൾ ഇപ്പം പക്ഷേ അതില്ല, പ്രൊഡക്ഷൻ നിർത്തി. എന്നാൽ അതേസമയം ഈ ഓൾട്ടോ 800 എന്ന് പറയുന്ന ആ ഒരു മോഡൽ ഇപ്പം പ്രൊഡക്ഷനിലുള്ള ഒരെണ്ണമാണ്, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ്, വൈഡായിട്ട് നല്ല സെയിൽസ് നടക്കുന്ന, മാരുതിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള പ്രോഡക്ട്സിലൊന്നാണ് ഈ ഓൾട്ടോ 800 എന്ന് പറയുന്നത്. പക്ഷേ അതും അത്ര സേഫ് അല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഏതോ ഒരു ക്വാർട്ടറിൽ വാഗണാറായിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടായിരുന്നു. ഓൾട്ടോ 800-നെക്കാളും സെയിൽസ് വാഗണാറിനുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ആവശ്യത്തിന് സെയിൽസ് ഉള്ള ഒരു മോഡലാണ് ഓൾട്ടോ 800 എന്ന് പറയുന്നത്. പക്ഷേ മാരുതി 800-ഉം ഈ ബജാജ് ചേതക്കും ഈ രണ്ട് മോഡൽസ് ആൾറെഡി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്ത മോഡൽസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു കാലത്ത് നല്ല സെയിൽസ് ഉണ്ടായിരുന്നുവെങ്കിലും അതിനുശേഷം പുതിയ ടെക്നോളജി വന്നു, പുതിയ പ്രോഡക്റ്റ്സ് വന്നു, പുതിയ കമ്പനീസിൻ്റെ മറ്റ് പ്രോഡക്റ്റ്സൊക്കെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വന്നപ്പോൾ ഈ കാണുന്ന മോഡൽസിന്, ഈ രണ്ട് മോഡൽസിന് അധികം ആപ്ലിക്കേഷൻ ഇല്ലാതായി, അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ലാതായി, യൂസേഴ്സ് അധികം വാങ്ങാതെയായി. അങ്ങനെ വാങ്ങാതെയായി സെയിൽസ് കുറയുന്നത് കൊണ്ടാണ് അവർ ഈ മോഡൽസ് സ്റ്റോപ്പ് ചെയ്തത്. എന്തെങ്കിലും ഒരു കാലത്ത് മേ ബി വിത്തിൻ നെക്സ്റ്റ് 4 or 5 years നമ്മുടെ ഈ ഓൾട്ടോ 800 എന്ന് പറയുന്ന മോഡലും അവർ സ്റ്റോപ്പ് ചെയ്തെന്നിരിക്കും. അതിന് പകരം ചിലപ്പം വാഗണാറായിരിക്കും ബേസ് മോഡലായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഈ ഓൾട്ടോ 800 ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. മേ ബി 2-3 വർഷത്തിനാകുമ്പോൾ ആ ഒരു സംഭവം നടന്നു എന്നിരിക്കാം. ഓൾട്ടോ 800 സ്റ്റോപ്പ് ചെയ്തിട്ട് അവരുടെ ബേസ് മോഡലായിട്ട് വാഗണാറോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും ബേസ് മോഡലായിട്ട്. കാരണം ഓൾട്ടോയുടെ സെയിൽസ് ഇപ്പോൾ ആവശ്യത്തിനുണ്ട് എങ്കിലും അത് ഡിക്ലൈൻ ആയി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നാളത്തെ മാരുതി 800 ആണ് ഇന്നത്തെ ഓൾട്ടോ 800 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, എല്ലാ പ്രോഡക്റ്റിലും, എല്ലാ ബ്രാൻഡിൻ്റെ മോഡൽസിനും ഇങ്ങനൊരു ലൈഫ് സൈക്കിളുണ്ട്. ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തപ്പോഴേക്കും ആ മോഡലിന് ഡിമാൻഡ് ഇല്ലാതായി പോകും. ഒരു കാലത്ത് ഒരുപാട് സെയിൽ നടന്ന മോഡലാണെങ്കിൽ പോലും ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തപ്പോഴേക്കും പിന്നെ അധികം സെയിൽസ് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ സെയിൽസ് താഴോട്ട് വന്ന് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് എത്തപ്പോഴേക്കും സെയിൽസ് വളരെ മോശമാകുമ്പോഴേക്കും കമ്പനി ആ പ്രോഡക്റ്റ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഈ മോഡൽ വിപണിയിലോട്ട് ലോഞ്ച് ചെയ്യുന്നത് മുതൽ അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നത് വരെയുള്ള ആ പീരീഡിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമിൽ PLC എന്ന് പറയാം. അതായത് ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്ത മുതൽ ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ നിർത്തുന്നത് വരെയുള്ള ആ പീരീഡിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. തിയററ്റിക്കലി ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ സ്റ്റേജസ് ജസ്റ്റ് റഫായിട്ട് പറഞ്ഞു. അതിനെ ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനെ 4 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി, അതായത് സെയിൽസിൻ്റെ എണ്ണം ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ മാസവും എത്ര നമ്പർ ഓഫ് യൂണിറ്റ്സിൽ സെയിൽസ് നടക്കുന്നു അതിനെ ബേസ് ചെയ്താണ് സത്യം പറഞ്ഞാൽ ഈ സ്റ്റേജസിനെ അവർ ഡിസൈഡ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. ബേസിക്കലി സെയിൽസിൻ്റെ ബേസ് ചെയ്താണ് അവർ ഈ പറയുന്നത്. ഈ കാണിച്ചിരുന്ന ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗറിനെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു കർവിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കർവിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്ന ടൈമാണ്, സമയമാണ് കാണിച്ചിരുന്നത്. എക്സ് ആക്സിസ്. വൈ ആക്സിസ് ആനുവൽ സെയിൽസ് വോളിയം, അതായത് വാർഷിക സെയിൽസ് എന്ന് പറയാം. പെർ ഇയറിലുള്ള സെയിൽസ് അല്ലെങ്കിൽ പെർ മന്തിലുള്ള സെയിൽസ് ഫിഗേഴ്സ് എന്ന് പറയാം. ആ സെയിൽസ് ഫിഗേഴ്സ് ബേസ് ചെയ്താണ് ഈ കർവ് ഇങ്ങനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കർവിൻ്റെ പ്രൊജക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിവിടെ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ചെറിയൊരു ഹൈക്ക് ഉണ്ടാകുന്നു, പിന്നെ പെട്ടെന്ന് ഒരു റൈസ് ഉണ്ടാകുന്നു. ആ റൈസ് ഉണ്ടായി ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതങ്ങ് സ്റ്റേബിളായി ഇത്രയും പോർഷനിലോട്ട് അത് കുറച്ച് സ്റ്റേബിളാകും. ഇത്രത്തോളം ഗ്രോത്ത് വന്നിട്ട് പിന്നെ പെട്ടെന്ന് അങ്ങ് ആ ഗ്രോത്ത് അങ്ങ് സ്റ്റേബിളായി ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തപ്പോഴേക്കും അത് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങി താഴോട്ട് വന്ന് പെട്ടെന്ന് വന്ന് അങ്ങ് അബ്രപ്റ്റായിട്ട് അങ്ങ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഒരു കർവാണ് ഈ കൊടുത്തിരിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ കാണിച്ചിരിക്കും പോലെ 4 സ്റ്റേജാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിനുള്ളത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ്. ഓരോ സ്റ്റേജ് ആയിട്ട് പറയാം. ഈ 4 സ്റ്റേജും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ 4 ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെയിൽസ്, പ്രൈസ്, പ്രോഫിറ്റ്, മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസും അത് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസും ആ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ കമ്പനി കിട്ടുന്ന പ്രോഫിറ്റും പിന്നെ ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണിയും. ഈ 4 ഫാക്ടേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ 4 സ്റ്റേജസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കിവിടെ എക്സാമ്പിളായിട്ട് നമ്മുടെ മാരുതി 800 എന്ന് പറയുന്ന മോഡലും പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ DVD എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റും, അപ്പോൾ DVDയും മാരുതി 800 ഈ 2 പ്രോഡക്ട്സിൻ്റെയും ഒരു ലൈഫ് സൈക്കിൾ വെച്ച് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിനെ, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. ആദ്യം നമുക്ക് മാരുതി 800 എന്ന് പറയുന്ന കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ്
മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പോഴുള്ള പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയത്തില്ല ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന്. ഇപ്പം മാരുതി 800 ആണെങ്കിൽ തന്നെ മാരുതിക്ക് 800 എന്ന് പറയുന്ന ഒരു മോഡൽ വിപണിയിൽ അവൈലബിൾ ആണ്. അതൊരു 4 വീലറാണ്, അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല വണ്ടിയാണെന്നൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അത് അറിയാൻ വേണ്ടിയായിട്ട് ഒരുപാട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് നടത്തണം, അതായത് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കണം. അപ്പം ഒരുപാട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ആവശ്യമാണ്, എന്നാലേ ആൾക്കാർ അറിയത്തുള്ളൂ ഇങ്ങനൊരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ അതുപോലെ തന്നെ സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും തുടക്കകാലങ്ങളിൽ, കാരണം മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇൻട്രൊഡ്യൂസ് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ ചെന്ന് വാങ്ങിക്കത്തില്ല പ്രോഡക്റ്റ്. ഒബ്വിയസ്ലി ആദ്യം മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രോഡക്റ്റിൻ്റെ വില കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയായിരിക്കും, കാരണം മാസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പോഴേ മാസ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, അവർ ട്രയലായിട്ട് കുറച്ച് യൂണിറ്റ്സേ ഉണ്ടാക്കുന്നുള്ളൂ. അത് മാസ് പ്രൊഡക്ഷൻ നടക്കാത്തതുകൊണ്ട് തന്നെ പെർ യൂണിറ്റ് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെ ആയിരിക്കും കമ്പാരിറ്റീവ്ലി. സെയിൽസ് പക്ഷേ അത്രത്തോളം കാണത്തില്ല, സെയിൽസ് കുറവായിരിക്കും, കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സെയിൽസ് പതുക്കെ കൂടി വരികയുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്നത് ഈ 4 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മണി വളരെ കൂടുതലായിരിക്കും, കാരണം ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്താലേ നാട്ടുകാർ അറിയുള്ളൂ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന്. അപ്പം അഡ്വർടൈസിങ് എക്സ്പെൻസ് വളരെ കൂടുതലാണ്. സെയിൽസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കർവ് കാണുമ്പോൾ തന്നെ അറിയാം, സെയിൽസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ സെയിൽസ് കാണിച്ചിരിക്കുന്ന വൈ ആക്സിസ് ആണ്. സെയിൽസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രൈസ് എന്നുള്ളത് വളരെ കൂടുതൽ തന്നെയായിരിക്കും, കാരണം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വളരെ കുറച്ച് യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രൈസ് കമ്പാരിറ്റീവ്ലി കൂടുതൽ തന്നെയായിരിക്കും. പ്രോഫിറ്റും കുറവായിരിക്കും. പ്രോഫിറ്റ് ഇൻ ദ സെൻസ് ആക്ച്വലി ലോസിലായിരിക്കും കമ്പനി ആദ്യമൊക്കെ വർക്ക് ചെയ്യുന്നത്, കാരണം കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഹ്യൂജ് പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ചില കേസിൽ നഷ്ടത്തിൽ തന്നെയായിരിക്കും കമ്പനി പ്രവർത്തിക്കുന്നത്. അപ്പം ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആൾക്കാർ മനസ്സിലാക്കാനായിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. പതുക്കെ അതിൻ്റെ സെയിൽസ് പതുക്കെ ചെറുതായിട്ടൊന്ന് കൂടുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴേക്കും സെയിൽസ് പെട്ടെന്ന് ഒരുപാടങ്ങ് കൂടും. അതിന് റീസൺ എന്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി ഈ പ്രോഡക്റ്റ് കൊള്ളാം. ഇപ്പോൾ മാരുതി 800 കാര്യമാണെങ്കിൽ അത് നല്ല വണ്ടിയാണ്, കംഫർട്ടബിൾ വെഹിക്കിളാണ്, നല്ല മൈലേജ് ഉണ്ട്, വളരെ ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള വെഹിക്കിളാണ്, നല്ല വണ്ടിയാണ്. കമ്പയർ ടു അംബാസഡർ ആയിരുന്നല്ലോ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്, അതിനായിട്ട് കമ്പയർ ചെയ്യപ്പം വളരെ ഈസി ആയിട്ട് ആക്സിലറേഷനൊക്കെ ഉള്ള വണ്ടിയാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കുമ്പോഴേക്കും ഗ്രോത്ത്, അതിൻ്റെ സെയിൽസ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അങ്ങ് കൂടും. അപ്പോൾ ആ സമയത്തും അഡ്വർടൈസ്മെൻറ്റ്സ് നമ്മൾ ഒരുപാട് കണ്ടക്ട് ചെയ്യണം, കാരണം കൂടുതൽ ആൾക്കാരുടെ ഇടയിലോട്ട് എത്താനുള്ളതാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി. അതുകൊണ്ട് ആ സമയത്ത് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ വളരെ അഗ്രസീവായിരിക്കും, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സും പരസ്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് സ്റ്റേജിലും കുറവായിരിക്കും. പക്ഷേ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, എന്നാലും കമ്പാരിറ്റീവ്ലി ഗ്രോത്ത് സ്റ്റേജിൽ കുറച്ചും കൂടെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ. ഒരുപാട് പ്രോഫിറ്റ് കാണത്തില്ല ഗ്രോത്ത് സ്റ്റേജിൽ. അപ്പം ഈ ഫാക്ടേഴ്സിനെ വെച്ച് പറയുകയാണെങ്കിൽ സെയിൽസ് എന്നുള്ളത് ഈ ഗ്രോത്ത് സ്റ്റേജിൽ പെട്ടെന്ന് കൂടും. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാളും പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടായിരിക്കും ഈ സെയിൽസിന്. പ്രൈസിനെന്ന് പറയുന്നത് ചെറിയൊരു കുറവുണ്ടാകും, കാരണം മാസ് പ്രൊഡക്ഷൻ്റെ ബിഗിനിങ് ആയിരിക്കും ഗ്രോത്ത് സ്റ്റേജിലുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാളും ചിലപ്പം പ്രൈസ് കുറച്ചും കൂടെ കുറവായിരിക്കും ഈ ഗ്രോത്ത് സ്റ്റേജിൽ. പ്രോഫിറ്റ് എന്നുള്ളത് കുറച്ചും കൂടെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനേക്കാളും കുറച്ചും കൂടെ പ്രോഫിറ്റ് കിട്ടും. അറ്റ്ലീസ്റ്റ് നഷ്ടമെങ്കിലും ആയിരിക്കത്തില്ല. കമ്പനി ഗ്രോത്ത് സ്റ്റേജിൽ എത്തപ്പോഴായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി പ്രോഫിറ്റ് കുറച്ചും കൂടെ കാണും. പക്ഷേ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഈ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൻ്റെ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും, കാരണം അത്രത്തോളം അഡ്വർടൈസ്മെൻറ്റ്സ് പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കണം ഗ്രോത്ത് സ്റ്റേജിൽ. ഈ ഗ്രോത്ത് ഇങ്ങനെ സെയിൽസ് ഒരുപാട് പെട്ടെന്ന് റൈസായി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തപ്പോഴേക്കും ആ സെയിൽസ് ഗ്രോത്ത് അങ്ങ് സ്റ്റേബിളാവും. അതായത് ഓരോ വർഷവും വിൽക്കുന്ന ആ പ്രോഡക്ട്സിൻ്റെ എണ്ണം, ആ സെയിൽസിൻ്റെ ഗ്രോത്ത് ഒന്ന് സ്റ്റേബിളാവും. ആ സ്റ്റേബിൾ ആവുന്ന ആ സ്റ്റേജിനെയാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ മെച്യൂരിറ്റി സ്റ്റേജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ്. കമ്പനീസിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എത്രയും വേഗം ഈ മെച്യൂരിറ്റിയിൽ എത്തുക എന്നതാണ്. കാരണം റീസൺ എന്തെന്ന് വെച്ചാൽ കമ്പനി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ഏറ്റവും കുറവും ഈ മെച്യൂരിറ്റി സ്റ്റേജിലാണ്, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്ന സ്റ്റേജാണ് മെച്യൂരിറ്റി സ്റ്റേജ്. അപ്പോൾ ആൾക്കാർ ഈ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ മാരുതി 800 ആണെങ്കിൽ ഒരു 95 മുതൽ 2005-2010 എന്ന് പറയുന്ന അവരുടെ ഗോൾഡൻ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നുകൊണ്ടിരുന്ന മാരുതി 800 എന്ന് പറയുന്ന മോഡലിനാണ്. അതിന് പരസ്യം കൊടുത്തില്ല എങ്കിലും സെയിൽസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കാരണം പരസ്യം ഇനിയും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ആൾക്കാർക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി അറിയാം. അതുകൊണ്ട് പരസ്യമൊക്കെ വളരെ കുറച്ച് നാമമാത്രമായിട്ട് വളരെ കുറച്ച്
വളരെ ചെറിയ തോതിൽ മാത്രം, ചെറിയ എമൗണ്ടിൽ മാത്രം അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്താൽ മതി. ഇങ്ങനെ പ്രോഡക്റ്റ് ഉണ്ട് എന്ന് മാത്രം കാണിക്കാനായിട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുത്താൽ മതി. പക്ഷേ നല്ല സെയിൽസ് ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് അതിനെപ്പറ്റി പ്രോഡക്റ്റിനെ പറ്റി നല്ലോണം അറിയാവുന്നതുകൊണ്ട് ആവശ്യം നല്ല സെയിൽസ് ഉണ്ടായിരുന്നു. ഒരുപാട് സെയിൽസ് ഉണ്ടായിരുന്നു. സെയിൽസിൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന സമയത്തിനാണ് മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പീക്കിൽ നിൽക്കുന്ന സമയം സെയിൽസിൻ്റെ. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ തന്നെയാണ്. സെയിൽസും കൂടുതൽ ഇതിനായിരിക്കും, പ്രോഫിറ്റും കൂടുതൽ ഇതിനായിരിക്കും. അതേസമയം കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറഞ്ഞിരിക്കുന്ന സ്റ്റേജും ഈ മെച്യൂരിറ്റി സ്റ്റേജ് തന്നെയായിരിക്കും. കാരണം ഏറ്റവും ഹൈ മാസ് പ്രൊഡക്ഷനിൽ നടക്കുന്ന മാസ് പ്രൊഡക്ഷൻ ലെവലിലായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, മാർക്കറ്റിംഗ് എക്സ്പെൻസും വളരെ കുറവായിരിക്കും. അപ്പോൾ കമ്പനീസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയും നേരത്തെ ഈ മെച്യൂരിറ്റി സ്റ്റേജിലോട്ട് എത്തണം. കാരണം ഗ്രോത്തും ഇൻട്രൊഡക്ഷനും കഴിഞ്ഞ് മെച്യൂരിറ്റി സ്റ്റേജിലെത്തിയാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. മാർക്കറ്റിങ്ങിന് വേണ്ടി കുറച്ച് കാശ് കൊടുത്താൽ മതി, സെയിൽസ് ഒരുപാടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് മെച്യൂരിറ്റി സ്റ്റേജിൽ എത്രയും വേഗം എത്തുക എന്നതാണ് കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ മെച്യൂരിറ്റി സ്റ്റേജിൻ്റെ ഡ്യൂറേഷൻ, ആ ഒരു പീരീഡ് എത്ര മാക്സിമൈസ് ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലതാണ്. കാരണം എത്ര കൂടുതൽ നാൾ ഈ മെച്യൂരിറ്റി സ്റ്റേജിൽ ആ പ്രോഡക്റ്റ് നിൽക്കുന്നു അത്രയും കൂടുതൽ പ്രോഫിറ്റ് ആയിരിക്കും ആ കമ്പനിക്ക്. അത്രയും കൂടുതൽ സെയിൽസ് പിടിക്കാനൊക്കും, അത്രയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനൊക്കും, അത്രയും കുറച്ച് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കിയാലും മതി. അപ്പോൾ ഈ മെച്യൂരിറ്റി സ്റ്റേജിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രയും വേഗം മെച്യൂരിറ്റി സ്റ്റേജിലോട്ട് എത്തുക എന്നതാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനിൽ ഈ മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ടായിരിക്കണം എന്നതാണ് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്. ഈ മെച്യൂരിറ്റി സ്റ്റേജ് വെച്ച് തന്നെ കമ്പനിയുടെ സെയിൽസ് ചെറുതായിട്ടൊന്ന് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും. അതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് ചിലപ്പം ബെറ്റർ പ്രോഡക്റ്റ് കൊണ്ടുവന്ന് കാണും, അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തന്നെ മറ്റുള്ള ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് വിപണിയിലോട്ട് ഇറക്കി കാണും. ഇപ്പോൾ മാരുതി 800 നല്ല സെയിൽസ് ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഓൾട്ടോ എന്ന് പറയുന്ന മോഡൽ മാരുതി പുറത്തിറക്കിയത്. അപ്പം മാരുതി 800 എന്ന് പറയുന്ന മോഡലിൻ്റെ കുറേ സെയിൽസ് ഓൾട്ടോയും കൊണ്ടുപോകും എന്തായാലും. കാരണം ഓൾട്ടോ ഒബ്വിയസ്ലി 800 എന്ന് പറയുന്ന മോഡലിനേക്കാളും കുറച്ചും കൂടെ നല്ല മോഡലായിരുന്നു ഓൾട്ടോ. അപ്പം അങ്ങനെയൊക്കെ റീസൺസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ മെച്യൂരിറ്റി സ്റ്റേജ് വെച്ച് തന്നെ അതിൻ്റെ സെയിൽസ് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു പോയിൻറ്റും കൂടെ നമുക്ക് ഈ കർവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനൊക്കും. ഈ ഒരു പീക്കിലെത്തിയിട്ട് പിന്നെ അത് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങും. ഒരു പോയിൻറ്റ് കഴിയുമ്പോഴേക്കും പിന്നെ സഡനായിട്ട് അങ്ങ് ഡിക്ലൈൻ ചെയ്യും. ആ സഡനായിട്ട് ഡിക്ലൈൻ ചെയ്യുന്ന ആ സ്റ്റേജിനെയാണ് ഡിക്ലൈൻ സ്റ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ സെയിൽസ് പെട്ടെന്ന് ഒരുപാട് കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിൽസ് പെട്ടെന്ന് കുറയുന്നതുകൊണ്ട് പ്രോഫിറ്റും ഒരുപാട് കുറയും. സെയിൽസും കുറയും, പ്രോഫിറ്റും കുറയും. അതിൻ്റെ കൂടെ തന്നെ പ്രൈസ് എന്ന് പറയുന്നതും ഒരുപാട് കൂടാനുള്ള ചാൻസ്, നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം സെയിൽസ് ഒരുപാട് കുറയുന്നതുകൊണ്ട് തന്നെ അധികം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ചെറുതായിട്ട് കൂടിയെന്ന് വരികയും. അപ്പം സെയിൽസ് ഒരുപാട് കുറയുന്നു, പ്രോഫിറ്റ് ഒരുപാട് കുറയുന്നു. മാർക്കറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബേസിക്കലി അവർ പറയുന്നത് ഈ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് ഒരു പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ഈ പ്രോഡക്റ്റിന് കൊടുത്തുകൊണ്ടിരുന്നാലും വലിയ ഉപയോഗമൊന്നുമില്ല. കാരണം എന്തായിരുന്നാലും സെയിൽസ് കുറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനി അതിന് സെയിൽസ് കൂട്ടാനായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിക്ലൈൻ സ്റ്റേജിൽ ഒരു പ്രോഡക്റ്റ് ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്ന് കമ്പനിക്ക് മനസ്സിലായാൽ പിന്നെ അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി കൂടുതൽ കാശ് ചിലവാക്കിയിട്ട് കാര്യമില്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഈ ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ കമ്പനീസിൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയാം. ഒന്ന്, പ്രൊഡക്ഷൻ അങ്ങ് നിർത്തുക. മാരുതി 800 ചെയ്തത് പ്രൊഡക്ഷൻ അങ്ങ് നിർത്തുക. കാരണം ഇനി ആ പ്രോഡക്റ്റ് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നഷ്ടം ഉണ്ടാകുന്നു എന്നല്ലാതെ വലിയ മാർക്കറ്റ് പിടിക്കാനോ സെയിൽസ് കൂട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. ഡിക്ലൈൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സെയിൽസ് കൂടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഒന്നുകിൽ പ്രൊഡക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ സെയിൽസ് കുറച്ചും കൂടെ ഒന്ന് പിടിക്കാൻ നോക്കുകയോ, അല്ലെങ്കിൽ ഈ ഒരു ഡിക്ലൈൻ സ്റ്റേജ് കുറച്ചും കൂടെ ഒന്ന് നീട്ടാൻ വയ്ക്കുക. കാരണം ഇത്രത്തോളം മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത്രത്തോളമൊക്കെ സ്പെൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇനിയും അഡ്വർടൈസ്മെൻറ്റ്സ് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഉള്ളതിൽ നിന്ന് മാക്സിമം ഈൽഡ് ചെയ്യാനായിട്ട് അതിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് ഈ ഒരു ഡിക്ലൈൻ സ്റ്റേജിൻ്റെ ആ ഒരു അവസാനത്തെ എൻഡ് പോയിൻറ്റ് കുറച്ചും കൂടെ ഒന്ന് നീട്ടി വയ്ക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓട്ടോമൊബൈൽസിലൊക്കെ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നമ്മുടെ മാരുതി 800 തന്നെയാണെങ്കിൽ അവസാനത്തെ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചെറുതായിട്ട് അവർ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി തുടങ്ങി. എനിക്ക് തോന്നുന്നു സെൻട്രൽ ലോക്കൊക്കെ ആഡ് ചെയ്തു എന്നൊക്കെ തോന്നുന്നു. അങ്ങനത്തെ ചില ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യിക്കാനായിട്ട് നോക്കി ആദ്യത്തെ കാലങ്ങളിൽ. പുതിയ കളേഴ്സൊക്കെ ഇറക്കി ചെറിയ മോഡിഫിക്കേഷൻസ് തന്നെ, ബോഡിയിൽ തന്നെ ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ വരുത്തി ചെറിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത് അതിൻ്റെ സെയിൽസ് പിന്നെയും പിടിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് മനസ്സിലായി ഇനിയും അതിൽ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടോ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ പ്രൊഡക്ഷൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഡിക്ലൈൻ സ്റ്റേജിൽ വെച്ച് അവർക്ക് രണ്ട് സ്ട്രാറ്റജീസ് അവർക്ക് ഫോളോ ചെയ്യാം. ഒന്നുകിൽ സൈലൻ്റായിട്ട് പ്രൊഡക്ഷൻ അങ്ങ് നിർത്തുക, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ആഡ് ചെയ്ത് ഡിക്ലൈൻ്റെ എൻഡ് പോയിൻറ്റ് കുറച്ചും കൂടെ ഒന്ന് നീട്ടി വയ്ക്കുക.
കുറച്ച് നാളും കൂടെ അതിൽ നിന്ന് മാക്സിമം ഈൽഡ് ഒപ്പിക്കാനായിട്ട് നോക്കുക. ഈ 2 സ്ട്രാറ്റജീസ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം പഠിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും ഓരോ സ്റ്റേജ് ഏതെന്ന് മനസ്സിലാക്കി വേണം ഏത് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത് എന്ന് കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാൻ. ഇപ്പം ഗ്രോത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഡിക്ലൈൻ സ്റ്റേജിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റിന് മെച്യൂരിറ്റി സ്റ്റേജിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പ്രോഡക്റ്റിന് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെങ്കിൽ അതിന് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ആൾക്കാർ മനസ്സിലാക്കണമല്ലോ. അതേ സമയത്ത് മെച്യൂരിറ്റി സ്റ്റേജിൽ ചെയ്യുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒന്നും അധികം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലോപ്പ് ആവും. അതായത് നേരെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഗ്രോത്തിലോട്ട് മെച്യൂരിറ്റിയിലും പോയെന്നിരിക്കത്തില്ല, നേരെ ഡിക്ലൈനിങ് ആയെന്നിരിക്കും. അതാണ് പ്രോഡക്റ്റ് ഫെയിലിയർ എന്നൊക്കെ പറയുന്നത്. ഈ തിയറിറ്റിക്കലി എല്ലാ സ്റ്റേജും പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചില പ്രോഡക്റ്റ്സ് ഇൻട്രൊഡക്ഷനും ഗ്രോത്തും കഴിഞ്ഞിട്ട് നേരെ മെച്യൂരിറ്റി സ്റ്റേജിൽ എത്താതെ തന്നെ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് എത്തിയെന്നിരിക്കാം. ചില പ്രോഡക്റ്റ്സ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ നേരെ ഡിക്ലൈൻ സ്റ്റേജിലോട്ട് എത്താം. എന്നാൽ ചില പ്രോഡക്റ്റ്സ് സ്റ്റാർട്ടിങ് തന്നെ മെച്യൂരിറ്റിയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആണ് അത്ര ഹൈ വോളിയത്തിൽ നിന്നായിരിക്കും അതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. എക്സാമ്പിളായിട്ട് നമ്മുടെ ഐഫോണിൻ്റെ ഒരു എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ട് പറയാം. ഐഫോൺ 2007 ലോഞ്ച് ചെയ്ത് സെയിൽസ് തുടങ്ങി ഫസ്റ്റ് ഡേ മുതൽ തന്നെ ലാക്സ് ഓഫ് യൂണിറ്റ്സ് അതിൻ്റെ സെയിൽസ് ഉണ്ടായിരുന്നു. അതായത് സത്യം പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ഗ്രോത്ത് സ്റ്റേജൊന്നും ഐഫോണില്ലായിരുന്നു. അത് ഡയറക്റ്റായിട്ട് മെച്യൂരിറ്റി സ്റ്റേജിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ സെയിൽസ് ഡിപ്പായി തുടങ്ങി ഡിക്ലൈനായി കുറഞ്ഞപ്പോഴേക്കും അത് ഐഫോൺ 1 പകരം ഐഫോൺ 2 എന്ന മോഡൽ അവർ പുറത്തിറക്കി. അപ്പോഴത്തേക്കും ഐഫോൺ 2 ഇറക്കി കുറച്ചാളും കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഐഫോൺ 1 പ്രൊഡക്ഷൻ അവർ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ തിയറിറ്റിക്കലി ഇങ്ങനെ ഒരു കർവ് അവർ പറയുന്നുണ്ട് എങ്കിലും എല്ലാ പ്രോഡക്ട്സിനും ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ഗ്രോത്ത് സ്റ്റേജ്, മെച്യൂരിറ്റി സ്റ്റേജ്, ഡിക്ലൈൻ സ്റ്റേജ് വേണം എന്നില്ല. തിയറിറ്റിക്കലി പറയുന്നു എന്നേ ഉള്ളൂ. ചില പ്രോഡക്ട്സ് ആദ്യമേ മെച്യൂരിറ്റി സ്റ്റേജിലായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ചില പ്രോഡക്ട്സ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഡിക്ലൈൻ സ്റ്റേജിലോട്ട് പ്രോഡക്റ്റ് ഫെയിലിയറായി ഡിക്ലൈൻ സ്റ്റേജിലോട്ട് എത്തി എന്നും വരാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഞാൻ ഈ DVD കൺസെപ്റ്റും കൂടെ വെച്ച് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാം. DVD ആദ്യം മാർക്കറ്റിലോട്ട് ഇറക്കി. എനിക്കൊന്ന് സോണിയാണെന്ന് തോന്നുന്നു DVD എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഉറപ്പില്ല, സോണിയാണെന്ന് തോന്നുന്നു. DVD എന്ന കൺസെപ്റ്റ് ഇറക്കുന്നു. അപ്പോൾ ആദ്യം ഇറക്കുമ്പോൾ DVD എന്ന് പറയുന്ന ആ കോമ്പാക്ട് ഡിസ്കിന് വില വളരെ കൂടുതൽ തന്നെയായിരിക്കും. കാരണം പുതിയൊരു ടെക്നോളജിയാണ്, മെഷീനറിയൊക്കെ ഒരുപാട് കോസ്റ്റായി, അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് പുറത്തിറക്കപ്പോഴേക്കും വളരെ കോസ്റ്റ്ലി ആയ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു DVD എന്ന് പറയുന്നത്. പെർ DVD 100 rupees എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അത് തുടക്കകാലത്ത്. മാത്രമല്ല DVD പ്ലെയർ ഒന്നും അന്നത്തെ കാലത്തില്ലായിരുന്നു. ആൾക്കാർ DVD പ്ലെയറും കൂടെ വാങ്ങിച്ചാലേ ഈ DVD ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ DVD ഡ്രൈവും കൂടെ കമ്പ്യൂട്ടറിലുണ്ടായിരിക്കണം. അപ്പോൾ അധികം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റിന് കോസ്റ്റ് വളരെ കൂടുതലായിരുന്നു. സെയിൽസ് വളരെ കുറവ് തന്നെയായിരുന്നു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ. അത് കഴിഞ്ഞ് പതുക്കെ സെയിൽസ് കൂടി DVD ഒരുപാട് ക്വാണ്ടിറ്റി സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും പതുക്കെ അതിൻ്റെ സെയിൽസ് ഒരുപാട് കൂടി. ഈ ഗ്രോത്ത് സെയിൽ വെച്ചിട്ടാണ് DVD ഡ്രൈവുകൾ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് വെച്ച് തുടങ്ങിയത്. DVD പ്ലെയർ വീട്ടിൽ വാങ്ങി സിനിമയൊക്കെ പ്ലേ ചെയ്യാനായിട്ട് DVD പ്ലെയറൊക്കെ ആൾക്കാർ വാങ്ങിച്ച് തുടങ്ങിയതൊക്കെ ഈ ഗ്രോത്ത് സെയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഗ്രോത്ത് സെയിൽ വെച്ച് ഒരുപാട് സെയിൽസ് പതുക്കെ അങ്ങ് കൂടി ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോഴേക്കും പിന്നെ മെച്യൂരിറ്റി സ്റ്റേജായി. മെച്യൂരിറ്റി സ്റ്റേജിലെന്ന് പറയുന്നത് സെയിൽസ് വലിയ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഒന്നും ആവശ്യമില്ല. DVD വിൽക്കാനായിട്ട് പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും, സെയിൽസ് വളരെ ഹൈ ആയിരിക്കും, അതേസമയം പ്രൈസ് വളരെ കുറവായിരിക്കും. DVD ഇടയ്ക്ക് വെച്ച് 11 രൂപ 12 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ വില എനിക്കറിയത്തില്ല. പണ്ട് ഞാൻ DVD വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ 40 rupees എന്തോ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറഞ്ഞ് 12 രൂപ വരെയൊക്കെ എത്തി. അത് ഈ മെച്യൂരിറ്റി സ്റ്റേജിലായിരുന്നു പ്രൈസ് കുറവെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോഴേക്കും പിന്നെ DVD സെയിൽസ് കുറഞ്ഞു. DVD സെയിൽസ് കുറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ USB പെൻഡ്രൈവ് ഒക്കെ വന്നത് തന്നെയാണ്. പിന്നെ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഒക്കെ വന്നതിന് ശേഷം DVD എന്ന് പറയുന്ന ഡിസ്കിൻ്റെ സെയിൽസ് കുറഞ്ഞു. പിന്നെ ഇപ്പോൾ ഉള്ളത് സത്യം പറഞ്ഞാൽ മൂവീസൊക്കെ ഇറക്കുന്നു, പിന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ DVD വഴി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിൻഡോസ് തന്നെ ഇപ്പം ഡൗൺലോഡ് ചെയ്യാമെന്ന ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് ഹൈ പീക്ക് നിന്നതിന് ശേഷം അതിൻ്റെ സെയിൽസ് പതുക്കെ കുറയുന്നു. അങ്ങനെ കുറഞ്ഞ് കഴിയുമ്പോഴേക്കും ഡിക്ലൈൻ സ്റ്റേജിലോട്ട് എത്തി. DVD എന്ന് പറയുന്ന ആ ടെക്നോളജി ഇപ്പം ഡിക്ലൈൻ സ്റ്റേജിലാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു DVDക്ക് 20 rupees ഒക്കെ ആണെന്ന് തോന്നുന്നു. അതിന് വില കൂടി. നേരത്തെ മെച്യൂരിറ്റി സ്റ്റേജിലുള്ള വിലയേക്കാൾ ഇപ്പം പ്രൈസ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം DVD ഉണ്ടാക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഒന്നും പുതിയ കമ്പനീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. കാരണം ഇനി പുതിയ DVD മാനുഫാക്ചറിങ് പ്ലാന്റ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം സെയിൽസ് ഒക്കെ ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 വർഷം കഴിയുമ്പോഴേക്കും DVD കംപ്ലീറ്റ് ആയിട്ട് തീർന്നു എന്ന് വരാം, ആ ഒരു കൺസെപ്റ്റേ തീർന്നു എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ഒന്നും പുതിയതായിട്ടൊന്നും വരുന്നില്ല. മാത്രമല്ല
പുതിയ ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഡുവൽ ലെയർ DVD എന്ന കൺസെപ്റ്റൊക്കെ വന്നത്. ഇപ്പം DVD ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതേ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് തന്നെ ഡുവൽ ലെയർ DVD ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇരട്ടി ഡബിൾ സ്റ്റോറേജ് ഉണ്ട്. സാധാ DVDക്ക് 4.7 GB ആണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഡുവൽ ലെയറിന് മേ ബി 9 GB അടുപ്പിച്ച് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നു. അപ്പം ഡുവൽ ലെയർ DVD ഒക്കെ കൊണ്ടുവന്നു. എന്നാലും അത് അത്രത്തോളം ഹിറ്റായില്ല. മറ്റേ ബ്ലൂറേ DVD ആണെന്ന് തോന്നുന്നു ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതായത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഈ ബ്ലൂറേ ഡിസ്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DVD എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിക്ലൈൻ സ്റ്റേജിലാണ്. അത് ഇനി സെയിൽസ് കൂടാനേ സാധ്യതയില്ല. DVD എന്ന് പറയുന്ന കൺസെപ്റ്റിന് സെയിൽസ് ഇനി കൂടാനേ സാധ്യതയില്ല. അതൊരു 2-3 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ മാസ് പ്രൊഡക്ഷനും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ 4 സ്റ്റേജ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഈ 4 സ്റ്റേജിൻ്റെ പേര് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിക്കുക. ഈ ഓർഡറൊന്നും മാറിപ്പോകില്ല. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് ഡിക്ലൈനും അത് കഴിഞ്ഞ് ഗ്രോത്തും ഒന്നും നിങ്ങൾ എഴുതി വയ്ക്കരുത്. ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. ഈ 4 ഫാക്ടേഴ്സ് ഉപയോഗിച്ച് വേണം നമ്മൾ ഓരോന്നും പഠിക്കേണ്ടതായിട്ട്. ഈ ഓരോ സ്റ്റേജിലും ഉപയോഗിക്കേണ്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലും ഗ്രോത്ത് സ്റ്റേജിലും അഡ്വർടൈസ്മെൻറ്റ്സിന് വേണ്ടി ചിലവാക്കുന്ന കാശെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അതേസമയം ഏറ്റവും കുറച്ച് കാശ് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കുന്ന മെച്യൂരിറ്റി സ്റ്റേജിലായിരിക്കും. അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഓൾമോസ്റ്റ് 0 അഡ്വർടൈസ്മെൻറ്റ്സ് നടത്തുന്നത് മേ ബി ഡിക്ലൈൻ എന്ന് പറയുന്ന സ്റ്റേജിലായിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക. ഓരോ സ്റ്റേജിൻ്റെയും സെയിൽസ് എങ്ങനെയായിരിക്കും, ഓരോ സെയിലും പ്രൈസ് എങ്ങനെയായിരിക്കും, ഓരോ സെയിലും കമ്പനിക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. നമ്മുടെ ഈ ബുക്കിൽ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിൻ്റെയും പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 4th മോഡ്യൂളിൽ ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന കൺസെപ്റ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ 4th മോഡ്യൂൾ എന്നത്. അപ്പം ബാക്കി നമുക്ക് അടുത്ത മോഡ്യൂളിൽ പഠിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. താങ്ക് യു.